ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിൻ്റെ മേൽക്കോയ്മയുടെ ശക്തവും ശ്രദ്ധേയമായ പ്രഖ്യാപനമാണ് ഈ വാക്യം. അത് സഭയുടെ നേതാവും തലവനും എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെക്കുറിച്ച് സംസാരിക്കുന്നു. കൂടാതെ എല്ലാ ജീവിതത്തിൻ്റെയും രക്ഷയുടെയും ആത്യന്തിക അധികാരവും ഉറവിടവും എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ ഇവിടെ കേന്ദ്രീകരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മേൽക്കോയ്മയുടെ പ്രമേയം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. ഇത് പുതിയ നിയമത്തിലുടനീളം ആവർത്തിക്കുന്ന ഒരു വിഷയവുമാണ്. ഈ പ്രത്യേക വാക്യത്തിൽ കൊലോസ്യർക്കുള്ള കത്തിൻ്റെ രചയിതാവായ അപ്പോസ്തലനായ പൗലോസ് കൊലോസിയയിലെ സഭയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നു. സഭയുടെ ജീവിതത്തിലും ലോകത്തിലും ക്രിസ്തു വഹിക്കുന്ന കേന്ദ്രസ്ഥാനത്തെക്കുറിച്ച് അവൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ മേൽ ക്രിസ്തുവിൻ്റെ നേതൃത്വവും അധികാരവും ഊന്നിപ്പറയുന്ന അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാണ് എന്ന പ്രസ്താവനയോടെയാണ് ഈ വാക്യം ആരംഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമെന്ന നിലയിൽ സഭയെക്കുറിച്ചുള്ള ഈ ചിത്രം പുതിയ നിയമത്തിൽ വിശ്വാസ സമൂഹത്തിൻ്റെ പരസ്പര ബന്ധവും ഐക്യവും ചിത്രീകരിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ രൂപകമാണ്. ക്രിസ്തു ശരീരത്തെ നയിക്കുകയും ചെയ്യുന്നു. ഈ വാക്യം ക്രിസ്തുവിനെ ആരംഭമെന്നും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതൻ എന്നും വിവരിക്കുന്നു. അതെല്ലാ കാര്യങ്ങളിലും അവൻ്റെ ശ്രേഷ്ഠതയെയും മുൻഗണനയെയും കുറിച്ച് സംസാരിക്കുന്നു. ഈ വാക്യം ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ ഉയർത്തി കാണിക്കുന്നു. ഇത് ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസമാണ്. മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനായതിനാൽ മരണത്തിനെതിരായ ക്രിസ്തുവിൻ്റെ വിജയവും എല്ലാ വിശ്വാസികൾക്കും പുതിയ ജീവിതത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഉറവിടമെന്ന നിലയിൽ അവൻ്റെ പങ്കിനെക്കുറിച്ച് സംസാരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും ഇത് അടിവരയിടുന്നു. കാരണം അത് മരണത്തെ കീഴടക്കിയവനും അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകാനുള്ള ശക്തിയുമുള്ളവനായി അവനെ വേർതിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ അവസാന വാചകം എല്ലാ കാര്യങ്ങളിലും അവന് മുൻതൂക്കം ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിൻ്റെ പരമോന്നത അധികാരത്തെയും സ്ഥാനത്തെയും കൂടുതൽ ഊന്നിപ്പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിന് ഏറ്റവും ഉയർന്ന ബഹുമാനവും മഹത്വം നൽകപ്പെടണമെന്നും മറ്റെല്ലാ അധികാരങ്ങൾക്കും മീതെ അവൻ്റെ കർത്തൃത്വത്തിന് മുൻഗണന ഉണ്ടായിരിക്കണമെന്നും ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നു. തെറ്റായ പഠിപ്പിക്കലുകളുടെ അപകടത്തെയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വിശ്വാസികൾ ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും അഭിസംബോധന ചെയ്യുന്ന കൊലോസ്യർക്കുള്ള ലേഖനത്തിൻ്റെ സമഗ്രമായ സന്ദേശവുമായി ഇത് യോജിക്കുന്നുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ വിശാലമായ പശ്ചാത്തലത്തിൽ കൊലോസിയിലെ വിശ്വാസികൾക്കിടയിൽ പ്രചരിച്ചിരുന്ന വെല്ലുവിളികളോടും തെറ്റായ പഠിപ്പിക്കലുകളോടുമുള്ള പൗലോസിൻ്റെ പ്രതികരണത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വാക്യം. യഹൂദ നിയമവാദം, ഗ്രീക്ക് തത്വചിന്ത, മറ്റാത്മീയ ആചാരങ്ങൾ എന്നിവയുടെ ഘടകങ്ങൾ സുവിശേഷത്തിൻ്റെ സത്യത്തെ വളച്ചൊടിക്കുന്നതിനും ഭീഷണിയായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മേൽക്കോയ്മയിൽ പൗലോസ് ഊന്നിപ്പറയുന്നത് കൊലോസ്യൻ സഭയ്ക്കുള്ള തിരുത്തലും പ്രബോധനാത്മകവുമായ സന്ദേശമാണ്. വിശ്വാസത്തിൻ്റെ സത്യത്തിൽ വേരൂന്നിയിരിക്കാനും അവരുടെ ജീവിതത്തിലും സഭയിലും ക്രിസ്തുവിന് ശരിയായ അധികാരം നൽകുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അവസാനമായി കൊലോസ്യർ 1:18 ക്രിസ്തീയ വിശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയുടെയും മേൽക്കോയ്മയുടെയും ആഴത്തിലുള്ള ഒരു പ്രഖ്യാപനത്തെ നമുക്ക് കാണാം. ഇത് ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെയും കർത്തൃത്വത്തിൻ്റെയും കേന്ദ്ര പ്രമേയത്തെ ഉൾക്കൊള്ളുന്നു. കൂടാതെ ഇത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന സത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നുണ്ട്. ക്രിസ്തുവിനെ സഭയുടെ തലയായും എല്ലാ ജീവന്റെയും വീണ്ടെടുപ്പിന്റെയും ഉറവിടമായും
അംഗീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഈ വാക്യം നമ്മോട് അറിയിക്കുന്നു. മാത്രമല്ല, ക്രിസ്തുവിനെ മറ്റെല്ലാറ്റിനുമുപരിയായി ബഹുമാനിക്കുവാനും ഉയർത്തിക്കാണിക്കുവാനും വിശ്വാസികളോട് ഇത് ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ കൊലോസ്യർ 1:18 ഇന്നും ക്രിസ്ത്യാനികൾക്ക് കാലാതീതവും പ്രസക്തവുമായ സന്ദേശമായി തുടരുന്നു. കാരണം അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യത്തെ സ്ഥിരീകരിക്കുകയും ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കേന്ദ്രത്തിൽ നിലനിർത്തുവാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.